എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനെ അഭിനന്ദിക്കാനാണ്. കാരണം ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോടും CPM-നോടും മത്സരിക്കുന്നതിന് വേണ്ടി അവർ കാണിച്ച ആ മനസ്സിനെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാരണം ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നാം കേരളീയർ നിൽക്കണം എന്നുള്ളതിന്റെ ഒരു ചെറിയ പരിച്ഛേദമാണ് മുസ്ലിം ലീഗ് ഇന്ന് 50 വീടുകൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി കൈമാറ്റം ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അതാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോടും CPM-നോടും മത്സരിക്കുന്നതിന് വേണ്ടി കാണിച്ച ആ മനസ്സ് എന്താണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും അടക്കം കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരിശോധന വേണം. ഞാൻ ഇതിന്റെ അകത്തെല്ലാം ആ മുസ്ലിം ലീഗ് കൊടുക്കുന്ന വീടുകളുടെ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം ഒരു സൗകര്യങ്ങളിലോ പൈപ്പിന്റെയോ ഫാനിന്റെയോ ഒന്നും സർക്കാരുമായി വെച്ചു കൊടുത്തതിനെ താരതമ്യം ചെയ്ത് അത് നല്ലത് ഇത് നല്ലത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നന്മ ചെയ്താൽ അത് ആര് ചെയ്താലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ നന്മ ചെയ്തു എന്നുള്ളത് നമുക്ക് നാട്ടിൽ അംഗീകരിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഒരു CPM-കാരനായ ഞാൻ എന്തുകൊണ്ടും മുസ്ലിം ലീഗിനോട് ആശയപരമായും രാഷ്ട്രീയപരമായ എനിക്ക് എതിരഭിപ്രായം ഉള്ളപ്പോൾ തന്നെ അവർ കാണിച്ച ഈ സാമൂഹ്യ സേവനത്തെ ഞാൻ 100 ലാൽ സാബ് നൽകുകയാണ്. അതിന് കാരണം ഇങ്ങനെയാവണം കേരളീയർ. ആ സമയങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മളെ തമ്മിൽ അടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കാതെ നിന്നാൽ നമുക്ക് തന്നെ ആയിരിക്കാം വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് പ്രളയമുണ്ടായപ്പോൾ, നമുക്ക് കോവിഡ് വന്നപ്പോൾ, നമുക്ക് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ ഇവിടെയെല്ലാം നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആളുകളാണ്. ആ സമയങ്ങളിലെല്ലാം ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എന്ത് ചെയ്തു എന്ന് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എത്ര കോൺഗ്രസ്സുകാരൻ കൊടുത്തിട്ടുണ്ട്, എത്ര കോൺഗ്രസിന്റെ MLA-മാർ MP-മാർ നമ്മുടെ ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ സഹായത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കാൻ തയ്യാറായി? ആരും കൊടുത്തിട്ടില്ല. 1-2 രമേശ് ചെന്നിത്തല കൊടുത്തു. അതിനെ ചോദ്യം ചെയ്ത ആളാണ് അന്നത്തെ KPCC പ്രസിഡന്റ്. അങ്ങനെ 1-2 പേരൊഴിച്ച് ബാക്കി ആളുകൾ ഈ വയനാടിന്റെ MP പോലും ഫണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തണം. ഞാൻ അതിൽ തർക്കം ഉന്നയിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ UDF-ന്റെ പല നിയമസഭാ സാമാജികരും ഭൂരിപക്ഷം നിയമസഭാ സാമാജികരും പണം കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിരിക്കുന്ന ലോക്കൽ ബോഡിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ലോക്കൽ ബോഡിയിലെ ജനപ്രതിനിധികൾ പോലും പണം കൊടുത്തിട്ടില്ല. എന്നാൽ ഞങ്ങളെല്ലാവരും ആ പണം ഈ നാടിന് വേണ്ടി ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ എല്ലാവരും കൊടുത്തവരാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ നാട്ടിൽ ഇറങ്ങി നടന്ന് ഈ നാട്ടിലെ CPM-കാരടക്കം ഈ നാട്ടിലെ DYFI-കാരടക്കം കർഷകരടക്കമുള്ള ആളുകൾ, ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയമുള്ള ആളുകൾ, മറ്റ് വ്യത്യസ്ത ജാതിമത സംഘടനകൾ ഇവരെല്ലാവരും തിരിച്ചെടുത്ത തുക നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ സമയത്ത് ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളാണ് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരൻ, ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ്സുകാരൻ. നിങ്ങൾ എന്താണ് പഠിക്കാത്തത്? നിങ്ങൾ ഈ മുസ്ലിം ലീഗിനെ കണ്ടു പഠിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല സ്ഥലം കണ്ടെത്താൻ, നിങ്ങൾക്ക് സമയം കിട്ടിയില്ല വീട് നിർമ്മിക്കാൻ എന്ന് പറയുമ്പോൾ എന്തേ മുസ്ലിം ലീഗിന് വീട് നിർമ്മിച്ച് ഇന്നാണല്ലോ അവർ വിതരണം ചെയ്തത്? അവർക്ക് എങ്ങനെ സമയം കിട്ടി? അവർ ഈ സ്ഥലത്ത് വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന് പ്രാധാന്യമുള്ള പ്രദേശം തന്നെയാണെന്ന് തിരിച്ചറിവ് ആ മുസ്ലിം ലീഗുകാരനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അവർ CPM-നോടും ഈ നാട്ടിലെ കേരള സർക്കാരോടും മത്സരിക്കാൻ തീരുമാനിച്ചു. ആ മത്സരത്തിൽ അവർ വിജയിച്ചോ തോൽത്തോ എന്നുള്ള കാര്യത്തിലല്ല, അവർ 50 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവർ അഭിനന്ദിക്കുന്ന കാരണം. എന്താണ് മുസ്ലിം ലീഗിന് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞ സമയത്ത് എന്തേ കോൺഗ്രസ്സുകാരനും യൂത്ത് കോൺഗ്രസിനും സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല? എന്തേ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല? നിങ്ങളൊന്ന് അറിയേണ്ടത്, ഒരു കല്ലിടാൻ ആർക്കും എളുപ്പമാണ്. ആ കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ല് എടുത്തു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടാവണം. അത് നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുക, അത് ഫുഡ് അടിക്കുക, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ കല്ലിടിയിൽ നടന്നിട്ടുള്ളത്. അങ്ങനെ അല്ല എങ്കിൽ കല്ലിട്ടതിന് പിറ്റേ ദിവസം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചില്ല? നിങ്ങൾ ആ ദൃശ്യങ്ങൾ അവിടെ കാണിക്കട്ടെ. നിങ്ങൾ കല്ലിട്ടതിന് ശേഷം ഇതിന്റെ ഏജൻസി ഏൽപ്പിച്ചു, ഞങ്ങളുടെ ആദ്യഘട്ടം എന്ന രീതിയിൽ കല്ലിട്ട് അതിന്റെ പണി ആരംഭിച്ചു, നിർമ്മാണം ആരംഭിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ ആദ്യം ചോദിച്ചതാണ് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത്? ആ ലിസ്റ്റ് നിങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിക്കണം. നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾ തയ്യാറാവണം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെയെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയണം. നിങ്ങൾ CPM-നെയോ സംസ്ഥാന സർക്കാരിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങണ്ട. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ആ മുസ്ലിം ലീഗിന്റെ ഒപ്പമെങ്കിലും എത്താൻ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കഴിയേണ്ടതല്ലേ? നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് വെള്ളം ചേർത്തുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഈ ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.